അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് വല്ല ഡിഡക്ഷനോ എക്സംഷനോ എന്തെങ്കിലും ഉണ്ടോ? എക്സംഷൻ ഉണ്ട് ക്യാപിറ്റൽ ഗെയിനിൽ. അതിൽ പ്രത്യേകിച്ച് ആദ്യം പറയേണ്ടത് നമുക്ക് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ എക്സംഷനാണ്. അപ്പോൾ ലോങ് ടേം, നേരത്തെ പറഞ്ഞിരുന്നത് ലോങ് ടേം ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ 12 മാസത്തേക്ക് കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റികളാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ആ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തിൽ ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ കിട്ടുന്ന എമൗണ്ട് 1,25,000 കൂടുതലുള്ള എമൗണ്ട് മാത്രമാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ ഒരു ബേസിക് എക്സംഷൻ പോലെ ഒരു ലിമിറ്റ് ഓൾറെഡി ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഇൻകം ടാക്സിൽ കുറെ എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻകം ടാക്സിൽ പല സെക്ഷൻസ് ആണ്. 54, 54F, 54EC, അങ്ങനെ പല സെക്ഷൻസിലാണ് അത് പറയുന്നത്. അതിൽ ഒരു എക്സാമ്പിൾ പറയാവുന്ന ഒരു വിറ്റിട്ടുള്ള പ്രോപ്പർട്ടി നമ്മളുടെ ഒരു വീടാണെങ്കിൽ, റെസിഡൻഷ്യൽ വീടാണെങ്കിൽ ആ വ്യക്തി വേറെ റെസിഡൻഷ്യൽ വീട് മേടിക്കുകയോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തോ നമുക്ക് ഇൻകം ടാക്സിൽ എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിറ്റിട്ടുള്ള പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ വീടല്ലാതെ വേറെ ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ആ വ്യക്തി ആ കിട്ടിയുള്ള ഫുൾ സെയിൽ കൺസിഡറേഷൻ പുതിയ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ഫുള്ളി ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ഉണ്ട്. ഇത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് പല ബോണ്ടുകളും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷന്റെ ബോണ്ടുകൾ, ഇതൊക്കെയാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ബോണ്ടുകൾ. ഒരു 50 ലക്ഷം വരെ ഒരു കൊല്ലത്തില് ഒരു വ്യക്തിക്ക് ക്യാപിറ്റൽ ഗെയിന്റെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 54EC എന്ന് പറഞ്ഞുള്ള സെക്ഷൻ പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്ന. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള എക്സംഷൻസ് ഇൻകം ടാക്സിൽ ക്യാപിറ്റൽ ഗെയിനിൽ അവൈലബിൾ ആയിട്ടുള്ളത്.